ഇന്ന് കുറച്ച് കോവയ്ക്ക പറിക്കാമെന്ന് കണ്ടുള്ള പോക്കാണിത്. നമ്മൾ നട്ടി വളർത്തിയൊന്നുമല്ല, തനിയെ അത് കിളിച്ച് നല്ല കോവയ്ക്ക, കുറേ അധികം കോവയ്ക്ക ഉണ്ട്. പക്ഷേ നമുക്ക് പറിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വളരെ ഉയരത്തിലാണ് അത് കിടക്കുന്നത്. സത്യമല്ല, നമ്മളെന്തെങ്കിലും നട്ട് വളർത്തിയാൽ അതൊരിക്കലും അതുപോലെ ശരിക്കും നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ഇത് നിങ്ങളൊന്ന് കാണണം, നിങ്ങളെ കാണിക്കാം. കുറേ അധികം ഉണ്ട് കോവയ്ക്ക, എല്ലാം പഴുത്തു പോയി. നേരത്തെ കണ്ടില്ല ഇത് ഇങ്ങനെ കിടക്കുന്നത്, വിളഞ്ഞു കിടക്കുന്നത്. ഇപ്പോഴാണ് കണ്ണിൽ പെട്ടത്. അന്നേരം വിചാരിച്ച് ഒന്ന് പറിച്ചെടുക്കാം, എങ്ങനെയെങ്കിലും തോട്ടി കൊണ്ടാണെങ്കിലും ഒന്ന് പറിച്ചെടുക്കാമെന്ന് കണ്ടു. വളരെ ഏറെയുണ്ട്, ഒത്തിരി ഉണ്ട്. നിറയെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ പഴുത്തു പോയി. ഇനിയിപ്പോൾ ഈ മരം എന്ന് പറയുന്നത് നമ്മുടെ ബേരാപ്പിൾ എന്ന് പറയത്തില്ല, അതിൻ്റെ മരമാണ്. നിറയെ മുള്ള. അതും കായ്ക്കാറായി. അത് ഈ തണുപ്പ് സമയം ആകുമ്പോഴത്തേക്ക് പൂക്കും. അതിൻ്റെ ബേരാപ്പിൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം, നല്ല ടേസ്റ്റാണ്. ആ മരത്തിലാണ് ഇത് കയറിയേക്കുന്നത്. ഇത് നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റത്തില്ല, കാരണം അത് മുള്ളായതുകൊണ്ട്. പിന്നെ തോട്ടി കെട്ടി നമുക്കതിൻ്റെ വള്ളി പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വള്ളി പറിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിലുണ്ടാകാൻ ബുദ്ധിമുട്ടല്ലേ. എങ്കിലും കുഴപ്പമില്ല, കുറച്ചൊക്കെ പറിച്ചെടുത്ത് വള്ളി ഇങ്ങനെ താഴോട്ട് വലിച്ചിട്ടിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു പാവലും ഉണ്ട്. നിറയെ പാവയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. കുറേയൊക്കെ പഴുത്ത് പോയി, എങ്കിലും കുറച്ചൊക്കെ കിട്ടി. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ പറിച്ചെടുത്ത്. കോവയ്ക്ക കുറേ അധികം ഉണ്ട്. ഈ കോവയ്ക്ക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നല്ല ഒന്നാണല്ലോ. ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിന് വില അതുപോലെ തന്നെയാണ്. മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നല്ല വിലയാണ് ഇതിന്. 1 കിലോയ്ക്ക് 70-80 രൂപയൊക്കെയാണ് ഇവിടെ. ഇതുപോലെ ഉണ്ട്. ഞാൻ വള്ളിയൊക്കെ ഒന്ന് വലിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഇനി പാവയ്ക്ക കൂടെ നോക്കണം. പാവയ്ക്കയും കുറച്ചുണ്ട്, കുറച്ചൊക്കെ പഴുത്തു പോയി. നമ്മൾ നട്ട് വളർത്തിയ ഇതുപോലെ ഒരിക്കലും കിട്ടത്തില്ല. ഇത് നല്ല ഫ്രഷായിട്ടുള്ള കോവയ്ക്കയാണ്. ഇത് തന്നെ കാട്ടിൽ വളർന്നതാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് നട്ട്, പക്ഷേ ചൂടൽ ആയതുകൊണ്ട് അത് ഒട്ടും കായ ഉണ്ടായില്ല. ഒരു കാ പോലും പിടിച്ചില്ല. പക്ഷേ ഇത് കണ്ടില്ല, ഇത്രയധികം കോവയ്ക്ക എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം കൂടി അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇനി ചെറിയ ചെറിയ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, പാവയ്ക്കയൊക്കെ പഴുത്തു പോയി. എന്താണെങ്കിലും കുഴപ്പമില്ല, 3-4 കിട്ടിയൊന്ന് നല്ലൊരു മെഴുക്കുവരട്ടി വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. കോവയ്ക്കായും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആകെ ചുമന്നതാണെന്ന് തോന്നുന്നു കുറേയൊക്കെ. എങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.